ഗൈസ് ഞങ്ങൾ കഴിച്ചു, റൂമിൽ വന്നു, ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. This is what I wanted. You always in the mood. I'm nothing brand new. I ain't trying to tell you what to do, but try to play it cool. Really, I ain't playing by your rules. Everything look better with a view. Every day ഒന്നും പറ്റത്തില്ല, ബട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുക, ജോലിക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്യുക, ഗോ ടു ഓഫീസ്. അതെനിക്ക് 1 hour ട്രാവലുണ്ട് ഫ്രം മൈ ഹോം ഇൻ ഐലൻഡ്. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യുക. ചില സമയത്ത് എനിക്ക് ഒരു വർക്കിൽ ഞാൻ ചുമ്മാ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ സിനിമ കണ്ടില്ലേ, യൂട്യൂബിൽ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ നോക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യാറുണ്ട്. ഐ ഡു ഓൾ ദോസ് തിങ്സ്. ഞാൻ ഒരിക്കലും ചുമ്മാ ഇരിക്കത്തില്ല. കാര്യം ഞാൻ ചുമ്മാ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇന്നൊരു വർക്ക് പുള്ളി തരുവാണെങ്കിൽ ഐ കംപ്ലീറ്റ് വിത്തിൻ 2 or 3 days. മാക്സിമം 2 daysനുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തന്നെ സബ്മിറ്റ് ചെയ്യും. ഇപ്പോൾ എനിക്കൊരു ഡെഡ് ലൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ വർക്ക് സബ്മിറ്റ് ചെയ്യും. പുള്ളി എന്തെങ്കിലും അതിൻ്റെ അകത്ത് എൻ്റെ മാനേജർ അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങളോ ചേഞ്ചസോ മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും വരുത്തണമെങ്കിൽ ഹി വിൽ സേ അത് ഞാൻ നെക്സ്റ്റ് മോർണിംഗ് ഞാനതെല്ലാം എനിക്ക് വൈകിട്ട് 5 o'clock മുന്നേ ടൈം ഉണ്ടെങ്കിൽ ഞാൻ അന്ന് തന്നെ ആ മോഡിഫിക്കേഷൻസ് എല്ലാം ചെയ്തിട്ട് അപ്പുറം തന്നെ അയക്കും. അല്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനിങ്ങനെ വർക്ക് ഇങ്ങനെ ലാഗ് ആക്കാറില്ല. എനിക്ക് ഈ ഒരു സ്വഭാവം കിട്ടിയപ്പോഴാണെന്നറിയോ, ഞാൻ കോളേജിൽ പഠിക്കാൻ കയറിയ ടൈമിലാണ്. അതിനുമ്പ് ഞാൻ ഭയങ്കര ലാഗ് ആക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ വർക്കിൽ ഞാൻ പഞ്ചുലാണ്. ഐ എം 100% കോൺഫിഡൻറ്റ് ഇൻ ഇറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിൽ വരും. എന്നിട്ട് ഒരു 6:10 അല്ലെങ്കിൽ ട്രാഫിക് ഉണ്ടെങ്കിലും തന്നെ ഞാനൊരു 6:15 6:20 മാക്സിമം 6:20 ഞാൻ വീട്ടിലെത്തും. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴേ ജിമ്മിൽ പോവും, തിരിച്ചു വരും. മുട്ട വേവിച്ചതുണ്ടെങ്കിൽ അതായിരിക്കും കഴിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫുഡ് ഇല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പം കഴിക്കത്തുമില്ല, ചിലപ്പോൾ വിശപ്പ് കാണത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത്. അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് അവിടെ വീട്ടിലുണ്ടാക്കിയ ഫുഡ് തന്നെ ആയിരിക്കും കഴിക്കുന്നത്. ദിസ് ഇസ് ഹൗ മൈ റുട്ടീൻ ഇസ്. പിന്നെ സാറ്റർഡേ ആകുമ്പോഴത്തേക്കും രാവിലെ അല്ലെങ്കിൽ ഉച്ചകൾക്ക് സമയമാകുമ്പോൾ എനിക്ക് ഡാൻസ് കാണും, അതിന് പോവും. അതിന് പോയി കഴിയുമ്പോഴത്തേക്കും ശേഷം ഹസ്ബൻഡ് ഫുട്ബോളിൽ കളിക്കാനായിട്ട് ചേട്ടന്മാരോട് പോവും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. പിന്നെ സൺഡേ ഞങ്ങൾ വീട്ടിലാണ്. സൺഡേ ആകുമ്പോഴത്തേക്ക് ചെറിയൊരു വിഷമമാണ്, കാരണം മൺഡേ പോകണം. പക്ഷെ എനിക്ക് മൺഡേ പോകേണ്ട ആവശ്യമില്ല, എനിക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്താൽ മതി. എനിക്ക് ആഴ്ച 2 ദിവസം ഓഫീസിൽ പോകണം, ബാക്കിയുള്ള ദിവസങ്ങൾ വർക്ക് ഫ്രം ഹോം ആണ്. കുറച്ച് കഴിഞ്ഞ് ഡ്രസ്സായി, ജയനെ ഒരുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജയന് ഡ്രസ്സൊക്കെ സെറ്റാണ്. ജയൻ കുളിക്കണം. ഞാൻ കുളിക്കത്തില്ല. ഞാൻ ഇന്നലെ ഹെയർ വാഷ് ചെയ്ത് ഇവിടെയുള്ള ഒരു സലൂണിൽ തന്നെ. അത് ഞാൻ നേരത്തെ ആ സലൂണിനെ പറ്റി ചോദിച്ചായിരുന്നു. ബിക്കോസ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷീസ് ഫ്രം അയർലൻഡ്. അല്ല, നോട്ട് ഷീസ് ഫ്രം അയർലൻഡ്, ഷീസ് ഇൻ അയർലൻഡ് നൗ. ജയൻ്റെ ജൂനിയർ ആണ് അവള്. മാളവിക എന്നാണ് പേര്. പാലക്കാട്ടുകാരിയാണ്. അതുകൊണ്ട് പാലക്കാട് വരുന്നതുകൊണ്ട് അവരോട് ചോദിച്ചാലായിരിക്കും കൂടുതലും അറിയാൻ പറ്റാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അവിടെ ചോദിച്ചാൽ പറഞ്ഞു കെല്ല് നല്ല സലൂണാണ്. അങ്ങനെ ഞാൻ കെല്ല് ചൂസ് ചെയ്തു. അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചു, ഡീറ്റെയിൽസ് എല്ലാം എടുത്തു. ആദ്യം ഞാൻ മേക്കപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എനിക്ക് വയ്യ, മടി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പോയി ഹെയർ വാഷ് ചെയ്തു. കെല്ല് ഇറ്റ്സ് എ ഗുഡ് സലൂൺ. നല്ല ആംബിയൻസും അത്യാവശ്യം നല്ല പോഷാണ്. ഇറ്റ്സ് ഗുഡ്. അങ്ങനെ ഞാൻ ഹെയർ മാത്രം വാഷ് ചെയ്തു, മേക്കപ്പിനൊന്നും ഞാൻ പോയില്ല. പിന്നെ ഞാൻ സാരി ഡ്രേപ്പ് ചെയ്ത് തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത്. ലൈക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ഡ്രേപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ബിക്കോസ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം wearing a draped sari. So anyway, hope it turns best. പിന്നെ ജയൻ ഷർട്ട് അല്ല, ഇറ്റ്സ് ലൈക്ക് ഒരു കുർത്ത പോലെയാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ കുർത്ത ഈവൻ. ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരുടെയും ഫോട്ടോസൊക്കെ എടുക്കാൻ തീരുമാനിക്കില്ല, എടുക്കുന്നുണ്ട്. സോ ഇപ്പം ടൈം ഏകദേശം ഒരു 10 മണി അടുപ്പിക്കുന്നേ ഉള്ളൂ. വി സ്റ്റിൽ ഹാവ് ടൈം. അപ്പോൾ ആ ടൈമിനിടയ്ക്ക് ഞാൻ പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഗൈസ്. സോ യു ക്യാൻ ഓൾസോ ജോയിൻ മീ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഡ്രേപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ എനിക്കെന്തോ കുറച്ചും കൂടി ഒന്ന് സംഭവം ശരിയാക്കാനുണ്ട്. ഇതാണ് എൻ്റെ ഫേസ് മേക്കപ്പ്. ലൈക്ക് ഞാനല്ല മേലിലായിട്ടൊന്നും ചെയ്തില്ല, ജസ്റ്റ് നോർമലായിട്ട് ചെയ്തേ ഉള്ളൂ. ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ് മച്ച് മോർ. ഇതാണ് എൻ്റെ ലുക്ക്. I just don't know how it's gonna be. പക്ഷെ എന്തോ എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. പക്ഷെ എനിക്ക് ബ്ലൗസ് തയ്ച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
കുറച്ച് ലൂസ് ആണ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബി ഫിറ്റ്. ബട്ട് എനിവേ ഇറ്റ്സ് ഓക്കെ. ഞാൻ പറയല്ലോ എനിക്കിത് സെറ്റ് ചെയ്യാനുണ്ട് സാരിയുടെ ഈ ഒരു സൈഡ്. സോ ഐ ആസ്ക് മൈ ഫ്രണ്ട്സ് ടു ഹെൽപ്പ് മീ വിത്ത് ദാറ്റ് ഇഫ് ദർ ഇസ് ടൈം. സോ ഞാൻ ഫ്രണ്ട്സിനുള്ള എല്ലാം ദാ ഒരു കവറിനകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിവേ ഐ ഹോപ്പ് ഇറ്റ് ടേൺസ് ഔട്ട് ബെസ്റ്റ്. അങ്ങനെ എത്ര നാളായി കണ്ടിട്ട് നിന്റെ മോൻ കാണുന്നില്ല. നീ തിരിഞ്ഞു തന്നെ നിന്റെ മോൻ കാണുമല്ലോ. നാളായി കണ്ടിട്ട് എവിടെ ഒരാളോ വിസ്മയ സുഖാണോ? എടിയാണെങ്കിൽ പയ്യെ നടക്കണം കേട്ടോ, സ്ലോ മോഷൻ. ഒഫീഷ്യലി പേര് പറഞ്ഞ് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ വി ഹാവ് ദ ഗ്രൂം മിസ്റ്റർ ടോണി മാത്യു ആൻഡ് ദ ബ്യൂട്ടിഫുൾ ബ്രൈഡ് മിസ്സസ് ഫെമി സുധീർ. ആൻഡ് ഐ ആം സോ ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് ദം ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. സോ അങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഫീൽ. നീ എത്തിയില്ലേ? ഞങ്ങൾ ഹോളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ദശാരി നിന്റെ ഹോൾ ഇങ്ങനെയായിരുന്നേ. ഷോ ഇത് തിരിച്ചു കാണിക്കാൻ പറ്റുമോ? ഇത് എങ്ങനെയാണ് നിന്റെ ഹോളിരുന്നേ? നീ വരുമ്പോ നിറച്ച് അവൾ എന്തായാലും കാണത്തില്ല. എനിക്ക് നല്ല ഉറപ്പാണ്. കാണരുത്.